മത്തായസ് കുഞ്ഞ ഹൈത്തിയുടെ ഡിഫൻസിന് ബാക്ക് ടു ബാക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാർലോ ഫസ്റ്റ് ഒരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈഗോർ തിയാഗോ ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത്, അതേ മാറ്റി കൂഞ്ഞിനെ ഇറക്കി. അതെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലെ ലൈനപ്പ് പലരിനും നെറ്റി ചൊളിച്ച ഒരു സംഭവം തന്നെയാണ്. ഈഗോർ തിയാഗോനെ ഇറക്കിയത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഈഗോർ തിയാഗോ പ്രീമിയർ ലീഗിൽ സെക്കൻഡ് ടോപ്പ് സ്കോററാണ് കഴിഞ്ഞ സീസണിൽ. എർലിംഗ് ഹാലൻഡ് 27 ഗോൾ അടിച്ചപ്പോൾ ഈഗോർ തിയാഗോ 22 ഗോളാണ് ബ്രെൻഫോർഡിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു നല്ല സീസൺ ആയിരുന്നു ഈഗോർ തിയാഗോനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരം ഈഗോർ തിയാഗോ അത്ര നല്ല, അതായത് ബ്രസീലിന് വേണ്ടി ഇറങ്ങി ലോകകപ്പിലെ ആദ്യ മത്സരം മൊറോക്കോയ്ക്കെതിരെ അത്ര നല്ല മത്സരം ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫാൻസ് ആയാലും കാണുന്നവർക്കായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടീം സെറ്റപ്പ് കാർലോ ആൻസലോട്ടി ഇറക്കി എന്നുള്ള രീതിയിൽ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസിലേക്ക് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫബിഞ്ഞോനെ ഇറക്കുന്നു, ഡാനിലോനെ ഇറക്കുന്നു, അതൊക്കെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ട. ഓബിയസ്ലി ഒരു റൊട്ടേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. അതേപോലെ ഈഗോർ തിയാഗോനെ മാറ്റി ആ പൊസിഷനിലേക്ക് സെന്റർ ഫോർവേഡായിട്ട് മത്തായസ് കുഞ്ഞിനെ ഇറക്കുകയായിരുന്നു. അതിൻ്റെതായ ഗുണം ആ മത്സരത്തിൽ കാണാനായി. മത്തായസ് കുഞ്ഞ ഹൈത്തിയുടെ ഡിഫൻസിന് ബാക്ക് ടു ബാക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.